രാവിലെ എണീറ്റ് ഒരു സാഹസം കാണിച്ചതാണ് ഗൈസ്. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് വെറുതെ നടക്കാറിറങ്ങിയപ്പോൾ ചുമ്മാ ഒരു വഴി കണ്ട ആ വഴിയെ നടന്ന് ഞങ്ങൾ ഊട്ടിയുടെ ഒരു ഉച്ച സ്ഥാനത്ത് വന്ന് ഗൈസ്. നല്ല ഹൈപ്പുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് മേലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് കാടൊക്കെ കാണാം. അവിടെ വീടുകൾ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. വണ്ടികൾ വരാൻ അപ്പുറത്തൂടെ വഴിയുണ്ട്. നമ്മൾ വന്നത് ഈ കാണുന്ന ഈ വഴിയാണ് ഗൈസ്. ഈ കാടുകളുടെയൊക്കെ ഇടയിൽ കൂടെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭവമായിരുന്നു. നമ്മുടെ ഇവിടെ വന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്, ധീരജുണ്ട്, ആര്യനുണ്ട്. ഞങ്ങൾ 3 പേരോടാണ് വന്നത്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാണ്. ഞാൻ കാണിച്ചത് ഗൈസ്. സൂര്യൻ ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഊട്ടിപ്പട്ടണത്തിൻ്റെ ഒരു ഭൂരിഭാഗം പ്രദേശവും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മരങ്ങളൊക്കെ വന്നിരിക്കുന്നു. ഇപ്പോൾ സൈഡിൽ കാട്. നമ്മൾ കുറച്ചുകൂടെ രാവിലെ വരികയാണെങ്കിൽ നല്ല ഒരു എന്നുവെച്ചാൽ ലൈറ്റ് അവിടെ അങ്ങോട്ട് വീണിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും അത്രയും ഭാഗത്ത് നിഴലും ഇത്രയും ഭാഗത്ത് ലൈറ്റും ഉണ്ട്. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങാം, പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. രാവിലെ അങ്ങ് എണീറ്റപ്പം 7 ഡിഗ്രി സെൽഷ്യസ് എന്തോ ആയിരുന്നു. പിന്നെ ഇപ്പം എത്ര അല്ല, ഇപ്പോൾ 13-14 ആ ഒരു സമയമായപ്പോഴാണ് നമുക്ക് പുറത്തിറങ്ങാൻ തോന്നിയത്. ഇതിൻ്റെ മേളിൽ ഒരു അമ്പലമുണ്ട്. നമ്മളാണ് അമ്പലത്തിലോട്ട് എത്തിയതാണ്. അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കാണാമോ, ലൈറ്റൊക്കെ അടിച്ചിട്ട് മുരുകൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു. മുരുകൻ്റെ അമ്പലമാണെന്ന് തിരിച്ച് പറഞ്ഞത്. കൊള്ളാം ഗൈസ്, നല്ലൊരു വ്യൂ. ഇവിടെ വരുമ്പോൾ മറ്റേ ആ സാമ്പ്രാണി തിരി മണം, അതൊരു ഫ്രഷ്നെസ് വരുന്നുണ്ട്. വരുവാണെങ്കിൽ ഇതുപോലെ നടന്ന് ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നേരെ തിരിച്ചു പോയിട്ട് ഫുഡ് കഴിക്കണം. എന്നിട്ട് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൂടെ പോയിട്ട് നേരെ തിരിച്ച് നാട്ടിലോട്ട് പോകും.